ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർ വേൾഡ് ഓഫ് എക്കണോമിക്സ്. വണ്ടർ വേൾഡ് ഓഫ് എക്കണോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കാണുന്ന പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല മാർക്ക് കിട്ടിയവരുണ്ടാവാം, ചിലപ്പോൾ മാർക്ക് കുറഞ്ഞവരുണ്ടാവാം, തോറ്റുപോയവരുണ്ടാവാം. അങ്ങനെ എക്കണോമിക്സിൽ വളരെ മാർക്ക് കുറഞ്ഞവരും തോറ്റുപോയവരും ഇനി മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണം, എൻ്റെ സ്കോർ ഒന്ന് വർദ്ധിപ്പിക്കണം, ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ സ്കോർ ഒന്ന് കൂട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞു അല്ലെങ്കിൽ സ്കോറൊക്കെ പോയി, ഞാൻ ഒരു വിഷയം എക്കണോമിക്സിന് തോറ്റുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ വിചാരിക്കുന്നത് എന്താ, എല്ലാം കഴിഞ്ഞു, ഇനി എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റില്ല, ഇനി ഞാനിതെങ്ങനെയാണ് പഠിച്ചെടുക്കുക, എന്നെക്കൊണ്ട് ആവൂല എന്നൊക്കെയല്ലേ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഞാനും എൻ്റെ പ്ലസ് ടുവിന് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റാണ് എടുത്തത്. അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ടോട്ടൽ 100ൽ 75 മാർക്കാണ് ആകെ കിട്ടിയത്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ പ്ലസ് ടുവിൽ ഫുൾ A+ മേടിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല മാർക്ക് മേടിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 75 മാർക്ക് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നമ്മളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് കൂടി കൂട്ടുമ്പോൾ, ഇപ്പോൾ നമുക്ക് പ്ലസ് വണ്ണിൽ 75 മാർക്കാണ് ആകെ സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് പ്ലസ് ടുവിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുമ്പോൾ വളരെ താഴേക്ക് പോകും. അപ്പോൾ ഞാനും വിചാരിച്ചു, ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ഞാനും ഇങ്ങനെ ആ ഒരു റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ, ദുഃഖമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ നമ്മൾ അപ്പോൾ ഞാൻ ഇതിനെ ഓവർകം ചെയ്തേ. പിന്നീട് ഞാൻ ഇതിൻ്റെ മെയിൻ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതി. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതി ഞാൻ. അപ്പോൾ എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 100ൽ 95 മാർക്ക് കിട്ടി. അപ്പോൾ അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയത്, അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ഇങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വിജയിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മലയും കീഴടക്കാൻ പറ്റും. നമുക്കത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് കുറച്ചുകൂടി സ്കോർ ഇമ്പ്രൂവ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏത് മലയും കീഴടക്കാൻ പറ്റും. ആദ്യം നമുക്ക് വേണ്ടത് ആഗ്രഹമാണ്, അത് ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ എന്തായാലും പരാജയപ്പെട്ടു, എനിക്ക് ഇങ്ങനെ പരാജയപ്പെട്ടിരുന്നാൽ പോരാ, എനിക്ക് മുമ്പോട്ട് പോകണം, എനിക്ക് നല്ല സ്കോർ നേടണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഒരുപാട് പ്രാവശ്യം അത് പറയുക, എനിക്കിത് സ്കോർ നേടണം, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് നല്ല മാർക്ക് പ്ലസ് ടുവിന് വാങ്ങണം. അങ്ങനെ ഒരു നമ്മുടെ ഉള്ളിലോട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമുക്കതൊരു ഡിറ്റർമിനേഷനായിട്ട് മാറി നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിന് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മുടെ മെയിൻ പരീക്ഷ എഴുതി, നമ്മുടെ എക്കണോമിക്സിൻ്റെ പ്ലസ് വണ്ണിൽ നമ്മൾ മെയിൻ പരീക്ഷ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് തെറ്റാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ തിയറി പാർട്ട്, ഇക്കണോമിക്സ് ഇപ്പോൾ തിയറി പാർട്ടും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പാർട്ടുമാണ്. അങ്ങനെ 2 പാർട്ടാണല്ലോ ഇക്കണോമിക്സ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ തിയറി പാർട്ടിൽ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. നമ്മുടെ ആവറേജ്, മീൻ, മീഡിയൻ, മോഡ്, അങ്ങനത്തെ കോറിലേഷൻ, കോഎഫിഷ്യൻ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ തിയറി പാർട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷേ എക്സാമിന് കൂടുതലായിട്ട് വന്നത് നമ്മുടെ മാത്തമാറ്റിക്കൽ പാർട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ പാർട്ടാണ് കൂടുതലായിട്ട് എക്സാമിന് ചോദിച്ചത്. അത് നമ്മുടെ സ്കോർ കുറയ്ക്കാൻ കാരണമായി. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ എൻ്റെ വീക്ക് പോയിൻ്റ് അവിടെയാണെന്ന് മനസ്സിലായിട്ട് ഞാൻ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സമയമായപ്പോൾ അവിടെ കൂടുതൽ വർക്ക് ചെയ്തു. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടിൽ കൂടുതൽ വർക്ക് ചെയ്തു, കൂടുതൽ ക്വസ്റ്റ്യനൊക്കെ ചെയ്തു. അപ്പോൾ പിന്നീട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മുമ്പ് പഠിച്ച ഒരു വർഷം മുമ്പ് ആയിരിക്കും നമ്മൾ മെയിൻ പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ പഠിച്ച കാര്യം നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, അതും കൂടെ പഠിച്ചു. ഓക്കെ, അങ്ങനെ പഠിച്ചിട്ടാണ് നമ്മൾ അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. നമ്മളിപ്പോൾ നമ്മുടെ വീക്ക് പോയിൻ്റ് നമ്മൾ ആദ്യം കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും, ഇനി എന്നെക്കൊണ്ട് ഇത് പറ്റും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ നമ്മളിത് പഠിക്കുക. പിന്നെ ഇത് നമ്മൾ പ്ലസ് ടുവിൻ്റെ എക്സാം എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രത്തോളം കാണാതെ പഠിക്കുന്നോ അത്രത്തോളം മാർക്ക് നമുക്ക് കിട്ടും. നമ്മൾ പുതിയതായിട്ട് നമ്മളുടെ ഭാഷയിൽ എഴുതാൻ പോകരുത്. കാരണം ഇതിനൊരു പ്രിഫേർഡ് ടെസ്റ്റ് നിങ്ങൾക്കുള്ളത് കൊണ്ട്, അതായത് പ്ലസ് 1ഉം പ്ലസ് 2 ഒക്കെ നിങ്ങൾക്കൊരു ടെസ്റ്റ് ഉണ്ട്. ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആ ടെസ്റ്റിൽ നിന്ന് തന്നെ കൂടുതൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതിന് കൂടുതൽ കാണാണ്ട് പഠിക്കേണ്ടി വരും. നമുക്ക് കൂടുതൽ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടി വരും പല കാര്യങ്ങളും. അപ്പോൾ തിയറി പാർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. അതുപോലെ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ 1-2 ചോദ്യം ചെയ്യുക, എന്നിട്ട് ആ ഉത്തരങ്ങളല്ല പഠിക്കേണ്ടത്. നമ്മുടെ
അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ എന്താ പറയുക, അരിത്മെറ്റിക് മീൻ കാണാനുള്ള ഒരു ഇതുണ്ടെന്ന് വെക്കുക. അരിത്മെറ്റിക് മീൻ കാണാനുള്ള ഒരു ചോദ്യം നമ്മൾ ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വഴികൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. വഴികളും ഇക്വേഷൻസും. ഇതെന്താ, ആദ്യത്തെ ഘട്ടത്തിൽ ഇതെന്താ ചെയ്തത്, രണ്ടാമത്തെ ഘട്ടത്തിൽ ഇതെന്താ ചെയ്തത്, മൂന്നാമത്തെ ഘട്ടത്തിൽ ഇതെന്താ ചെയ്തത് എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ട് ഓർത്ത് വയ്ക്കുക. ഓരോ സ്റ്റേജിലുണ്ടായ ഇക്വേഷൻസിൻ്റെ മാറ്റവും മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കൂടുതൽ എന്താണ് ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ തന്നെ ചോദ്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആകെ ഓർത്തിരിക്കേണ്ട ഇതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളുമാണ്. ഇപ്പോൾ നമ്മളോട് ഒരു കാര്യം എന്താണ്, ഒരു കണക്ക്, ഒരു അരിത്മെറ്റിക് മീൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉത്തരങ്ങളല്ല ഓർത്ത് വെക്കേണ്ടത്, ഇതിൻ്റെ സ്റ്റെപ്പും ഇക്വേഷൻസും കാര്യങ്ങളും മാത്രമാണ്. അതൊരു ബുക്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് എഴുതി കാണാൻ തന്നെ പഠിക്കുക. ഇപ്പോൾ മീൻ കാണാനുള്ള സൂത്രവാക്യം എന്താണ്, മീഡിയൻ, മോഡ് കാണാനുള്ള സൂത്രവാക്യം എന്താണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഇക്വേഷൻസ്, നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള ഇക്വേഷൻസ് മാത്രം പഠിക്കുക. ടെസ്റ്റിൽ ഒരുപാട് വലിയ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വയ്ക്കുക. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു ഇതിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ മണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ സൂത്രത്തിൽ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ എന്താണ് മണി, മണി ഈസ് വാട്ട് മണി ഈസ് ഡസ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ പഠിച്ചു വെച്ചു. നമുക്ക് എന്താണ് പണം എന്ന് പറഞ്ഞ് നിർവചിക്കാൻ പറഞ്ഞു, അപ്പോൾ ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സിമ്പിൾ ഇത് എഴുതിയാൽ മതി, അതിന് നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ഒരുപാട് ഡീപ്പായിട്ടുള്ള ഇക്വേഷൻസിലും കാര്യങ്ങളിലേക്കൊന്നും പോവാതെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. സിമ്പിളായിട്ട് അത് എക്സാമിന് എഴുതാൻ വേണ്ടി പഠിക്കുക. നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ എങ്ങനെ എഴുതുന്നു എന്നുള്ളതിലാണ് എക്സാമിന് കാര്യം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ പഠിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് പഠിക്കുക, എഴുതുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ സ്കോർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ മാർക്ക് കൂടണമെങ്കിൽ ഇങ്ങനെ മാത്രം ചെയ്താൽ മതിയോ, നമ്മൾ പഠിക്കണ്ടേ. അപ്പോൾ പല കുട്ടികൾക്കും പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കണം എന്നറിയില്ല. ഇപ്പോൾ എക്കണോമിക്സൊക്കെ ആണെങ്കിൽ അത് എങ്ങനെ പഠിച്ചെടുക്കുക, എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇക്കണോമിക്സ് അല്ല ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഇപ്പോൾ നമുക്കൊരു ടെസ്റ്റ് ഉണ്ട് പഠിക്കാൻ, നമ്മൾ ഇക്കണോമിക്സ് ആണെങ്കിലും ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വായിക്കേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ടെസ്റ്റ് ഒന്ന് വായിക്കുക. അതായത് വായിക്കുന്നതിനോടൊപ്പം നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഇത് നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ അടി വരയിടുകയോ ചെയ്യുക. അപ്പോൾ നമ്മളിത് ഒരു പ്രാവശ്യം അങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നീട് നമ്മൾ ടെസ്റ്റ് വായിക്കുമ്പോൾ ഈ വരയിട്ട ഭാഗങ്ങൾ മാത്രം വായിക്കുക, ബാക്കിയുള്ളത് വിടുക. അതായത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വായിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞതായിരിക്കും. ചിലപ്പോൾ നമ്മളൊരു 10-20 പേജ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ടെസ്റ്റ് മൊത്തം പഠിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുക. അത് നമ്മളെ ഭാവിയിലേക്കുള്ള എക്സാമുകൾക്കും ഇപ്പോൾ ഡിഗ്രിക്കാണെങ്കിലും പി ജിക്കാണെങ്കിലും ഒക്കെ നമ്മളത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിക്കുന്ന രീതിയിൽ ഒരു ഷോർട്ട് നോട്ട് മേക്ക് ചെയ്യുക. നമ്മൾ അങ്ങനെ ഒരു ബിഹേവിയർ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മളിങ്ങനെ വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വേണ്ടത് എന്തോ അത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ടെസ്റ്റ് വായിച്ചു നോക്കുക, നമുക്ക് വേണ്ടതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കീ ടേംസ് ഉണ്ടാവും. ഇപ്പോൾ ഓരോ വേർഡിന് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഡിമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കീ വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കീ വേർഡ്സ്, പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ വിട്ടു പോകാതിരിക്കുക. ഇപ്പോൾ പീരീഡ് ഓഫ് ടൈം, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ കീ വേർഡ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അതൊന്നും വിട്ടു പോകാതിരിക്കുക. പഠിക്കുമ്പോൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ പോലും അങ്ങനെ വിട്ടു പോകാത്ത രീതിയിൽ നോട്ട് ഉണ്ടാക്കിയെടുക്കുക. ആവശ്യമുള്ള ഇല്ലാത്ത കാര്യങ്ങൾ വിട്ട് കളയുകയും ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അടിവരയിട്ട് പഠിക്കുക, അടിവരയിട്ട് കാണാതെ തന്നെ പഠിക്കണം. +2 ആണ്, നമ്മൾ കാണാണ്ട് പഠിച്ചാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ കാണാണ്ട് പഠിക്കുക, അടിവരയിട്ട് കാണാണ്ട് പഠിക്കുക. പഠിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണാണ്ട് പഠിക്കണ്ട. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സുസ്ഥിര വികസനത്തിന് കൈവരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തെല്ലാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 3, 4, 5 പോയിന്റ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കും. ആ പോയിന്റ്സ് നമ്മൾ കാണാതെ പഠിക്കുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളും വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ എക്സാമിനും ഈ മെയിൻ പോയിന്റ്സ് ആണ് അവർ മാർക്കിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഈ 5 പോയിന്റ് എഴുതിയിട്ടുണ്ടോ എന്നാണ് അവർ നോക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളത് അവർ പ്രത്യേകിച്ച് വായിച്ച് നോക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ മെയിൻ പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ പഠിച്ചു വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ആ സമയത്തിനനുസരിച്ച് നമ്മൾ എഴുതുക എന്നുള്ളതാണ്. നമ്മൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന മെയിൻ പോയിൻറ്റ്സിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വാരി വരിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 8-10 പേജ് എഴുതിയാലും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഒരു C ഗ്രേഡ് ആയിരിക്കും, അല്ലെങ്കിൽ B ഗ്രേഡ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മിനിമം 5 പേജ് എഴുതുന്നവർക്ക് 95 മാർക്കും
96 മാർക്കൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് വാല്യൂ വെച്ച് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എഴുതുന്നത് മെയിൻ പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്യുക, അടിയിൽ വരയിടുക, നമ്മൾ അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ പേപ്പർ നോക്കുന്ന ആൾക്ക് നമ്മുടെ മെയിൻ പോയിൻറ്റ്സ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം, ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ടേബിളൊക്കെ വരച്ചിട്ട് അങ്ങനെ നമ്മൾ പോയിൻറ്റ്സ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. +2 അല്ലേ, അപ്പോൾ നമ്മളങ്ങനെ പോയിൻ്റ് ആയിട്ടൊക്കെ എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക. അപ്പോൾ നമ്മൾക്ക് അറിയാം, നമുക്ക് ഇത്ര കാര്യങ്ങൾ അറിയാം. മാത്രമല്ല നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതാനുള്ളൊരു സമയം കൂടി കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 മാർക്ക് 4 മാർക്കിൻ്റെയൊക്കെ ചോദ്യത്തിന് ഒരുപാട് വാല്യൂ വലിച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ വരച്ച് പ്രധാനപ്പെട്ട ഒരു 4-5 പോയിൻറ്റ് രണ്ടിടത്ത് എഴുതി കഴിഞ്ഞാൽ അവർ നമുക്ക് മാർക്ക് തരും. അപ്പോൾ ഇനി കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു കുറിപ്പ് പോലെയൊക്കെ എഴുതേണ്ടി വരുന്നത്. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേ നമ്മൾ ഒരു കുറിപ്പ് പോലെ ഒരു എസ്സേ പോലെയൊക്കെ എഴുതേണ്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ ഇങ്ങനെ ഈ 4 മാർക്കിൻ്റെയൊക്കെ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ടേബിളൊക്കെ വരച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രസീവ് ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ടേബിളാക്കണമെങ്കിൽ നമ്മൾ ടേബിളാക്കി പഠിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചോദ്യം പഠിച്ചു, അതിനൊക്കെ ഷോർട്ട് ഫോമിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ടേബിളും ഫ്ലോ ചാർട്ടും ഒക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ എക്സാമിന് എഴുതാൻ പറ്റും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആൻസർ പേപ്പർ എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവനെല്ലാം അറിയാം ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ, അത് അവർ കീ പോയിൻറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരമുണ്ട്, അതിൻ്റെ കീ പോയിൻറ്റ്സ് ഒക്കെ ഇതിലുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ അട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത് നല്ല കൈയക്ഷരത്തിൽ എഴുതണം, അങ്ങനെയല്ല. നമ്മൾ ആൻസർ നോക്കിയാൽ പെട്ടെന്ന് ആൻസർ കാണുന്ന രീതിയിൽ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത്, അത് സ്കെച്ചൊന്നും വെച്ച് വരയ്ക്കരുത്, പേന വെച്ച് ചെറുതായിട്ട് അടിയിൽ വരയിട്ട് കൊടുക്കുക. നമ്മൾ മെയിൻ പോയിൻറ്റ്സ് ഇതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സ്കോർ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻവർഷത്തെ ചോദ്യ പേപ്പറുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്തൊക്കെ ചോദ്യമാണ് വന്നത്, ഏത് ഏരിയയിൽ നിന്നാണ് ചോദ്യം വന്നത്, ഏത് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത്, ആ ചോദ്യം എങ്ങനെയൊക്കെയായിരുന്നു, അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, ഈ കുറിപ്പുണ്ടാക്കാനാണോ വന്നത്, അതോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണോ, അതോ 2 മാർക്കിൻ്റെ ആണോ, 4 മാർക്കിൻ്റെ ആണോ, 6 മാർക്കിൻ്റെ ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഏരിയയിൽ നിന്നാണ് ഇവർ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുക. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് വെച്ച് തന്നെ നമ്മൾ എക്സാം എഴുതുന്ന പോലെ തന്നെ എക്സാം എഴുതുക. ആദ്യം പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞു, നമ്മളിപ്പോൾ ടെസ്റ്റ് ഒരു തവണ പഠിച്ചു കഴിഞ്ഞെങ്കിൽ എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അതുപോലെ എക്സാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എക്സാമിൻ്റെ സ്വഭാവം മനസ്സിലാവും, നമുക്ക് എക്സാം എഴുതുമ്പോൾ ഉള്ള ടെൻഷനും പേടിയൊക്കെ മാറിക്കിട്ടും, എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സ്കോർ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യാൻ അത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് +1 ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതായത് മെയിൻ പരീക്ഷയ്ക്ക് മാർക്ക് കുറച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള കുറച്ച് ടിപ്സാണ്. നമ്മൾ ഏത് എക്സാം എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിൽ പഠിച്ചോ ഇല്ലയോ എന്നല്ല, നമ്മൾ അത് ഏത് എക്സാം ആണെങ്കിലും നമുക്ക് എവിടെയാണ് അറിയാത്തത്, നമുക്ക് എവിടെയാണ് നമ്മുടെ കുഴപ്പം എവിടെയാണ്, നമ്മൾ എവിടെയാണ് പഠിക്കാത്തത്, നമ്മുടെ വീക്ക് എവിടെയാണ്, സ്ട്രോങ് എവിടെയാണെന്നൊക്കെ ഓരോ എക്സാം എഴുതുമ്പോഴും നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്ക് കുറഞ്ഞു, ചിലവർ വിചാരിക്കും ഞാൻ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ട, ഇനി ഞാൻ ജയിച്ചിട്ടുണ്ടല്ലോ എന്നാൽ പിന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ +1 ജയിച്ചിട്ടുണ്ടാവും, പാസ്സാവേണ്ട മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നോർത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ഈ +1 കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസാണ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളത്. അത് എല്ലാവരും ചെയ്യണം. കാരണം ഈ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഈ +1ൻ്റെയും +2ൻ്റെ ആകെ ടോട്ടലായിരിക്കും. അപ്പോൾ ഈ +1ൻ്റെ മാർക്ക് കുറവാണ്. ഇപ്പോൾ നിങ്ങൾ +2ന് നിങ്ങൾക്ക് ഈ മാർക്ക് കുറഞ്ഞ വിഷയം നന്നായിട്ട് പഠിക്കാൻ പറ്റി, നല്ല സ്കോർ നിങ്ങൾക്ക് +2ന് വാങ്ങാനും പറ്റിയെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങളുടെ +1 സ്കോർ വളരെ കുറവാണെങ്കിൽ നിങ്ങളുടെ അഗ്രിഗേറ്റ് വരുമ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് മൊത്തത്തിൽ കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരാണ്ടിരിക്കാൻ നിങ്ങളിപ്പോൾ ഉള്ള ഈ ഗോൾഡൻ ചാൻസ്, ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഗോൾഡൻ ചാൻസ്, നമ്മൾ പറഞ്ഞ പോലെ മെയിനായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി തയ്യാറെടുക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 മാസം മതി നമുക്ക് ഈ +1ൻ്റെ സകല വിഷയങ്ങളും പഠിക്കാൻ. അപ്പോൾ സമയമില്ല എന്ന് വിചാരിക്കേണ്ട, നമുക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റും. നമ്മൾ ഒരു വില്ല് കാണിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.